പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മല്ലികയെ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചതിനെ തുടർന്ന് മല്ലിക തന്റെയും പ്രതാപിന്റെയും വിവാഹം കഴിഞ്ഞ കാര്യം പറയുകയും എന്നാൽ പ്രതാപിന്റെ മനസ്സിൽ മറ്റു ലക്ഷ്യങ്ങൾ ആയിരുന്നുവെന്നും വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ പ്രതാപ് അത് വ്യക്തമാക്കിയെന്നും താൻ കാരണമാണ് ലക്ഷങ്ങളുടെ ആസ്തിയുള്ള പെണ്ണിനെ നഷ്ടപ്പെട്ടത് എന്നും അതുകൊണ്ട് തന്നെ ഇനിയുള്ള തന്റെ ജീവിതം ദുരിതത്തിൽ മുക്കിക്കളയാനാണ് അയാൾ തീരുമാനം എടുത്തിരുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം താൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന മല്ലിക തനിക്ക് പ്രതാപ് കൃഷ്ണദാസിനെ കൊല്ലും എന്നുള്ള കാര്യം ചിന്തിക്കാൻ കൂടി സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മല്ലികയോട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കമ്മീഷണർ മുത്തുവിനെ അറിയാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് മല്ലിക ഞെട്ടിപ്പോകുന്നു. പക്ഷേ അറിയില്ല എന്നുള്ള നിലപാടിൽ മല്ലിക നിന്നതിനെ തുടർന്ന് മല്ലികയുടെ മുൻപിലേക്ക് മല്ലിക പണ്ട് എഴുതിയ ലെറ്റർ എടുത്തു കാണിക്കുന്ന കമ്മീഷണർ ഇതിലെ കൈയക്ഷരം മല്ലികയുടെ തന്നെയാണ് എന്നും മല്ലികയാണ് ഇത് മുത്തുവിനെ എഴുതി നൽകിയത് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ തന്റെ ഭർത്താവ് പറഞ്ഞിട്ടാണ് താൻ ഇത് എഴുതിയത് എന്നും പക്ഷേ അത് മുത്തുവിനായിരുന്നു എന്നുള്ള കാര്യം തനിക്ക് അറിയില്ല എന്നും മുത്തുവിനെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല എന്നും അയാൾ മരിച്ചുപോയി എന്നും പറഞ്ഞതിനെ തുടർന്ന് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന കമ്മീഷണർ മുത്തു മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം കേൾക്കുന്നത് മല്ലികയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മല്ലിക ഇപ്പോൾ പ്രതിയിലേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയുന്ന കമ്മീഷണർ കാര്യങ്ങൾ അധികം വൈകാതെ തന്നെ തെളിയുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന മല്ലിക രാജീവിനെ കണ്ടതിനെ തുടർന്ന് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമാണ് കേസുകൾ ഇപ്പോൾ കെട്ടിച്ചമയ്ക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ മല്ലികയെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്ന രാജീവ് തന്നെ ചോദ്യം ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് കമ്മീഷണറോട് പറഞ്ഞതിനെ തുടർന്ന് രാജീവും മല്ലികയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ചോദിക്കുകയും വ്യക്തിപരമായി എന്തെങ്കിലും പ്രത്യേക അടുപ്പമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെ യാതൊരു ബന്ധവും ഇല്ല എന്നും ഇപ്പോഴും പ്രൊഫഷണലിസം മാത്രമാണ് തങ്ങൾ തമ്മിൽ ഉള്ളത് എന്നും വ്യക്തമാക്കുന്ന രാജീവ് മല്ലികയെ താൻ അറിയുന്നത് പ്രതിഭയുടെ സഹോദരന്റെ ഭാര്യയാണ് എന്നുള്ള നിലയ്ക്കായിരുന്നുവെന്നും അവർ കമ്പനി കാര്യങ്ങളിൽ ഇടപെട്ടതായൊന്നും തനിക്ക് അറിയില്ല എന്നും വ്യക്തമാക്കുകയും തനിക്കറിയാത്ത കാര്യങ്ങളെ പറ്റി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം മുത്തുവിനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര മല്ലിക തുടരുകയും മുത്തു പോലീസിന്റെ കയ്യിൽ എത്തും മുമ്പ് തന്നെ അയാളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. പക്ഷേ മല്ലികയ്ക്ക് കുറെ അന്വേഷിച്ചിട്ടും മുത്തുവിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള തിരിച്ചറിവിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന മല്ലിക അപ്രതീക്ഷിതമായി അഞ്ജനയും പ്രതിഭയും സംസാരിക്കുന്നത് കാണാൻ ഇടയാകുന്നു. അഞ്ജന എന്തൊക്കെ സംഭവിച്ചാലും ഇരു അമ്മമാരെയും താൻ ഉപേക്ഷിച്ച് പോവുകയില്ല എന്ന് പറയുകയും രണ്ടുപേരെയും തനിക്ക് വേണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ അഞ്ജന അനുമോളുടെ കാര്യത്തിൽ മാത്രമല്ല പ്രതിഭയുടെ കാര്യത്തിൽ കൂടി തന്നെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് മല്ലികയെ മൊത്തമായി തകർത്ത് കളയുകയും അഞ്ജനയിലുള്ള മല്ലികയുടെ എല്ലാ വിശ്വാസവും പൂർണ്ണമായി തകരുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അഞ്ജനയ്ക്കെതിരെ പ്രതികാരവുമായി മല്ലിക മുന്നോട്ട് പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.